ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കുവൈത്തിലുള്ള ഫായിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജുമാൻ്റെ സമയമായതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന ഏരിയയിലുള്ള സ്ഥലമാണിത്. ഇവിടെ കംപ്ലീറ്റ് മിനിസ്ട്രീൻ്റെ മെയിൻ ഓഫീസുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. മുമ്പ് ഒരിക്കൽ വീഡിയോയിൽ ഈ ഏരിയ ഒന്ന് കാണിച്ചിരുന്നു. ഇതൊക്കെ മിനിസ്ട്രീൻ്റെ മെയിൻ ഓഫീസുകളാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം, അങ്ങനെ ഒരുപാട് ഓഫീസ്, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി, ഇതിൻ്റെയൊക്കെ മെയിൻ ഓഫീസുകൾ ഈ ഏരിയയിലാണ്. ഈ ഏരിയ അറിയപ്പെടുന്നത് തന്നെ മിനിസ്ട്രീസ് ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വഴിയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം അവിടെ എത്താനായി തുടങ്ങി. പള്ളിയിലെത്തി നമ്മൾ ജുമാ ഇപ്പോൾ തുടങ്ങാനായി തുടങ്ങി. പള്ളി അങ്ങനെ ജുമായൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ഈ പാസി സിവിൽ ഐ ഡിൻ്റെ ഓഫീസ് വരുന്നത്. ഏരിയയിലാണ് മെയിൻ ഓഫീസ്, സൗത്ത് സുറ. പിന്നെ ആ കാണുന്ന ബിൽഡിങ്ങാണ് സിവിൽ ഐ ഡിയുടെ നമ്മളെ ഇവിടുത്തെ ഐഡൻറ്റിറ്റി കിട്ടുന്ന ഓഫീസ് വരുന്നത്. ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സിഗ്നലിൽ കുടുങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് അവിടേക്ക് ചാർജ് വരുന്നത് 250 ഫിൽസാണ്. അപ്പോൾ ഇവിടെ ബസ് എത്തി, ബസ്സിൽ കയറാണ്. 2-3 ബസ് ഒരുമിച്ച് തന്നെ വരുന്നുണ്ട്. ഒരേ റൂട്ടിലാണ് പോകുന്നത്. വരുന്ന സമയത്തൊക്കെ എല്ലാം ഒരുമിച്ചിട്ടാണ് വരിക ബസ്സുകളൊക്കെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് 250 ഫിൽസാണ്. ഫൈലേക്ക് മുമ്പ് കുറച്ച് റേറ്റ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ബസ്സും ഒരേ ഫെയർ തന്നെ ആക്കിയിട്ടുണ്ട്. ഒരു ബസ് മാത്രം കുറച്ച് ഫെയർ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ബസ്സും ഒരേ സെയിം ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡ് എന്ന് പറയുന്നത് പിന്നെ ഫിന്ദാസ് നിന്ന് അബു ഹലീഫ എന്ന് പിന്നെ മഹബുള്ള നങ്കഫ്, അത് കഴിഞ്ഞിട്ടാണ് ഫായിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് 6th റിംഗ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ 30 നമ്പർ റോഡ് കയറി ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ആ റൂട്ടിലാണ് പോകുന്നത് നമ്മൾ. ആ ഏരിയയിലുള്ള കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഫാഹിൽ എത്തി, ബസ് ഇറങ്ങി. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ഈ ഫാഹിൽ മാർക്കൻ സേവ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു നമ്മളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അഫോർഡബിൾ പ്രൈസിനും ഫുഡൊക്കെ കഴിക്കണം. നല്ല മീൽസും അതുപോലെ ബിരിയാണി എല്ലാ ഐറ്റംസും കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെസ്റ്റോൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് ഈ മാർക്കൻ സേവ് എന്ന് പറയുന്ന ഇത് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് ആ റോഡ് പോകുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ആ റെസ്റ്റോറൻറ്റ് വരുന്നത്. നമ്മൾ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആ മരത്തിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ മാർക്കൻ സേവിൻ്റെ അടുത്തുനിന്ന്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ലഭിക്കുന്നൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ചെറിയ റെസ്റ്റോറൻറ്റാണ്, പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഫ്രൈഡേ ആവുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മളൊരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവിടുന്ന് നമ്മൾ നേരെ മാർക്കൻ സേവിലേക്ക് കയറി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. ഈ തേഴ്സ്ഡേ ഫ്രൈഡേക്കാണ് കൂടുതലായിട്ട് ഓഫർ ഉണ്ടാകുക. വാച്ചുകളും അതുപോലെ സ്മാർട്ട് വാച്ചുകളൊക്കെ നല്ല ഓഫറുണ്ടായിരുന്നു. അതുപോലെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ നല്ല അത്യാവശ്യം നല്ല ഓഫർ പ്രൈസിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ തന്നെ ഈ ഒരു ചെറിയ പ്രൈസിന് ഇലക്ട്രോണിക്സ് ഒക്കെ തന്നെ ഇന്ത്യയിലെ ചെറിയ ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ചെറിയ പ്രൈസിന്. അപ്പോൾ അത് വരുന്നത് നേരെ നമ്മുടെ ഗ്രാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെ സെൻറ്ററിലാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസുള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഈ വഴിയിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കാണാം. അതാണ് സ്റ്റെയർ കേസ് വരുന്നത്. നേരെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ തന്നെ സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വരിക. ഇതാണ് ഷോപ്പ് നമ്പർ 29. ഒരുപാട് ഇലക്ട്രോണിക്സ് ഉണ്ട്, സ്മാർട്ട് വാച്ച് അതുപോലെ മറ്റൊരുപാട് ഐറ്റംസ് ഉണ്ട്, ട്രിമ്മറുകൾ അതുപോലെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട്. ഇലക്ട്രോണിക്സ് അല്ലാത്ത ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ എയർപോർട്ട് ഉണ്ട്. അതുപോലെ മറ്റുള്ള എല്ലാ ഐറ്റംസുകളും പിന്നെ ഇയർഫോണും ഫോണും എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ അവിടുന്ന് ബ്ലൂടൂത്തൊക്കെ വാങ്ങിയിട്ട് നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഗ്രാൻഡിലേക്ക് വന്നു. ഗ്രാൻഡിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഗ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് പേയ്മെൻറ്റ് ഇതൊക്കെ ചെയ്ത് പുറത്ത് വന്ന് അവിടുന്ന് ചായയും ഒരു സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ച് പുറത്തിറങ്ങി തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കാൻ. അപ്പോൾ ഈ ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. ഗ്രാൻഡിൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ്. ഫ്രൈഡേയിൽ ഭയങ്കര ക്രൗഡായിരിക്കും ഈ ഏരിയകളിൽ. അതുപോലെ ഇതിൻ്റെ മറ്റേ നേരത്തെ ഈ മാർക്കൻ സേവ് കാണിച്ച ആ ഏരിയകളിലൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും ഫ്രൈഡേയിൽ പ്രത്യേകിച്ചും. ആ റെഡ് കളറിൽ കാണുന്ന റെസ്റ്റോറൻറ്റ് ഒരു മലയാളി റെസ്റ്റോറൻറ്റാണ്. അവിടെ നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകൾ കിട്ടും. അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലൊക്കെ ആയിട്ട് ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റുകളുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ് അതൊക്കെ. ഇതാണ് നമ്മളെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പുറത്തേക്കായിട്ടാണ് വരുന്നത്. വലിയ എനിക്ക് തോന്നുന്നു 3 ഫ്ലോറൊക്കെ ഉണ്ടാണ്. വലിയ ഹൈപ്പർ മാർക്കറ്റാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് മാക്സും വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. ബസ് ഈ ഭാഗത്താണ് നിർത്തുക, എല്ലാ റൂട്ടിലേക്കുള്ള ബസ്സുകൾ. അപ്പോൾ നമ്മളവിടുന്ന് ബസ്സിൽ കയറി തിരിച്ച് റൂമിലേക്ക് പോരാണ്. ടിക്കറ്റൊക്കെ എടുത്ത് തിരിച്ച് റൂമിലേക്ക് പോരുകയാണ്. തിരിച്ചും സെയിം നമ്മൾ ആ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. 2 റൂട്ടിലൂടെ പോകാം. പക്ഷേ നമ്മൾ വന്ന ആ സെയിം റൂട്ടിൽ തന്നെയാണ്, ആ റൂട്ടിലുള്ള ബസ്സിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.
അങ്ങനെ നമ്മളിവിടെ തിരിച്ചെത്താനായി തുടങ്ങി. വൈകുന്നേരം സൺസെറ്റാണ് കാണുന്നത്. നമ്മളങ്ങനെ ബസ് ഇവിടെ ഇറങ്ങി. ഒരു 2 മിനിറ്റ് റൂമിലേക്ക് നടക്കാണ്ട് നേരെ റൂമിൽ പോകണം. റൂമിൽ പോയിട്ട് ഫ്രഷ് ആവണം. നേരെ പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.